Hello friends, welcome to SAT, Center Institution Center Madathumbadi, Free Education to All. Please subscribe to our YouTube channel for new updated videos. YouTube channel നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. ഓക്കെ, centerinstitution.blogspot.in സന്ദർശിക്കുക. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റിയാക്ടിവിറ്റി സീരീസ്. Please visit part 1 to 4 before watching this video. നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് കാണുക. ഓക്കെ, എന്താണ് റിയാക്ടിവിറ്റി സീരീസ്? നമ്മുടെ ടോപ്പിക് ഇതാണ്. ഓക്കെ, നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നിങ്ങൾക്കൊരു സിൽവറിൻ്റെ ഒരു മാല നൽകുകയാണ്. സിൽവർ, ഓക്കെ. പിന്നെ ഒരു ഗോൾഡ്, ഗോൾഡിൻ്റെ മാല തരും. പിന്നെ നിങ്ങൾക്ക് നൽകുന്നത് ഒരു കോപ്പറിൻ്റെ ഒരു മാലയാണ്. അപ്പം എന്തൊക്കെ നൽകി? നിങ്ങൾക്ക് ഗോൾഡ് നൽകി, സിൽവർ നൽകി, കോപ്പർ നൽകി. ദ ക്വസ്റ്റ്യൻ ഈസ് which one is less reactive? ലെസ് റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാത്തത്. മനസ്സിലായോ? അതായത് കുറേ നാൾ നിൽക്കുന്നത് ആരാണ്? കളറൊന്നും മങ്ങാതെ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്, ഗോൾഡ്. യുവർ ആൻസർ ഈസ് ഗോൾഡ്. എന്താണ് ഗോൾഡ്? അല്ലേ, ഗോൾഡ് ലെസ് റിയാക്റ്റീവ് ആണ്. ലെസ് റിയാക്റ്റീവ്. ഗോൾഡ് നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല. വായുമായിട്ടോ ജലവുമായിട്ടോ അല്ലെങ്കിൽ ആസിഡുമായിട്ടോ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡിന് ഇത്ര വില വരുന്നത്. ഓക്കെ, മറ്റു ലോഹങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് ഈ മൂന്ന് കോപ്പർ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഗോൾഡ്, സിൽവർ Ag, then കോപ്പർ Cu, ഇൻ വിച്ച് ഗോൾഡ് എന്താണ് ലെസ് റിയാക്റ്റീവ്, കോപ്പറോ മോർ റിയാക്റ്റീവ് ദാൻ ഗോൾഡ് ആൻഡ് സിൽവർ. ഓക്കെ, അതെങ്ങനെ മനസ്സിലായി? കോപ്പറിന്റെ കളർ മങ്ങും അല്ലേ, അതൊരു ഓക്സൈഡ് ഉണ്ടാവും എൻ്റെ മീതെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ മൂന്ന് ലോഹങ്ങളിൽ റിയാക്ടിവിറ്റി കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. ക്രിയാശീലത കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. അപ്പോൾ കുറഞ്ഞത് കൂടിയത് അങ്ങനെ ഒരു തരംതിരിവില്ലേ? ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടാസ്യം നമ്മൾ വെള്ളത്തിലിട്ട് എന്താണ് ഓടിയിടുന്ന് കത്തും. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ അത് കണ്ടതാണ്. അതുപോലെ സോഡിയം വെള്ളത്തിലിട്ടാലോ എന്താണോ ഓടി നടന്ന് ഇതേ പൊട്ടാസ്യത്തെ പോലെ കത്തില്ല. സോ പൊട്ടാസ്യം ഈസ് മോർ റിയാക്റ്റീവ് ആൻഡ് സോഡിയം ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ പൊട്ടാസ്യം. മറ്റുള്ളവരെ അപേക്ഷിച്ച് സോഡിയം വളരെ റിയാക്റ്റീവ് ആണ്. സോഡിയം താഴേക്ക് അലിഞ്ഞു ചേരില്ല, മുകളിൽ ഓടിയിടുന്ന് കത്തും. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൊട്ടാസ്യം denoted by letter K and sodium denoted by letter Na. സോ ദ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പൊട്ടാസ്യം കഴിഞ്ഞിട്ടാണ് സോഡിയം എഴുതുക. ശരിയല്ലേ? അതിന്റെ കാരണം എന്താ? പൊട്ടാസ്യം മോർ റിയാക്റ്റീവ് ദാൻ എന്താണ്? സോഡിയം. ക്ലിയർ? മനസ്സിലായി? പൊട്ടാസ്യം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സോഡിയം. വൈ? എന്തുകൊണ്ട്? അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ലേ? എങ്ങനെ പൊട്ടാസ്യം സോഡിയത്തിനേക്കാളും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുന്നു? അതിന് ഒത്തിരി ആൻസേഴ്സ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചർച്ച ചെയ്യാം. നോക്കൂ, ഇതാണ് പൊട്ടാസ്യത്തിന്റെ ബോർ അറ്റോമിക് മോഡൽ. ഇത് സോഡിയത്തിന്റെ ബോർ അറ്റോമിക് മോഡൽ. ക്ലിയർ? ദിസ് ഈസ് പൊട്ടാസ്യം, സോഡിയം. ഇത് പൊട്ടാസ്യത്തിൽ നോക്കൂ, ലാസ്റ്റ് ഒരു ഇലക്ട്രോൺ ഉണ്ട്. ക്ലിയർ? ലാസ്റ്റ് ഷെല്ലിൽ. സോഡിയത്തിലും ലാസ്റ്റ് ഷെല്ലിൽ ഓൺലി വൺ ഇലക്ട്രോൺ. ഇവിടെയും എന്താണ്? വൺ ഇലക്ട്രോൺ. പക്ഷെ ഡിസ്റ്റൻസ് നോക്കിയേ, ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഇവിടെയോ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ വീട്ടുകാരുടെ ശ്രദ്ധ കുറയില്ലേ? അതുപോലെ പൊട്ടാസ്യം, ഇൻ കേസ് ഓഫ് പൊട്ടാസ്യം ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫാർ അപ്പാർട്ട് ഫ്രം ദി ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ബട്ട് ഇൻ കേസ് ഓഫ് സോഡിയം ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് ക്ലോസ് ടു ന്യൂക്ലിയസ് കമ്പയറിംഗ് വിത്ത് പൊട്ടാസ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോഡിയത്തിൽ അവസാനത്തെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തെന്ന് വെച്ചാൽ കുറച്ചും കൂടി അടുത്താണ്. ഇവിടെ നോക്കൂ, 1, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ. ഇവിടെയോ 1, 2, മൂന്നാമത്തെ ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ. നമുക്കറിയാം ലോഹങ്ങളൊക്കെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കുന്നവരാണ്. അപ്പോൾ പൊട്ടാസ്യം ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും, സോഡിയവും ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. ഇനി ചോദ്യം ഇതാണ്, ആരാണ് വേഗത്തിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്? വിട്ടുകൊടുക്കണമെങ്കിൽ ഈ ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകണം അല്ലേ? അപ്പോൾ ഒരുപാട് അകലെ കിടക്കുന്ന പൊട്ടാസ്യത്തിന്റെ അവസാനത്തെ ഇലക്ട്രോണിനെ
ന്യൂക്ലിയസിൽ നിന്നും ആകർഷണം കുറവായിരിക്കും. അതുകൊണ്ട് അതെന്ത് ചെയ്യും? പെട്ടെന്ന് പൊട്ടാസ്യത്തിനെ വിട്ട് പുറത്തേക്ക് പോകും. പക്ഷെ സോഡിയം അങ്ങനെയല്ല. സോഡിയത്തിലെ ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിനെ കുറച്ചും കൂടി അടുത്തായതുകൊണ്ട് പൊട്ടാസ്യത്തിനെ പോലെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? ഇനി നമ്മൾ കെമിസ്ട്രിയുടെ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊട്ടാസ്യത്തിലെ അയോണൈസേഷൻ എനർജി, അയോണീകരണ ഊർജം കുറവ് മതി. പക്ഷെ സോഡിയത്തിൽ അയോണൈസേഷൻ എനർജി എന്താണ്? കൂടുതൽ വേണം. കാരണം ഇത് ന്യൂക്ലിയസിന്റെ വളരെ അടുത്താണ്. മനസ്സിലായോ? ഇതാണ് ഒരു റീസൺ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ്? അവസാനത്തെ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്നും കുറച്ച് അകലെയാണ്. എന്താണ്? പൊട്ടാസ്യത്തിന്റെ കേസിൽ. പക്ഷെ സോഡിയത്തിന്റെ കേസിലോ കുറച്ച് അടുത്താണ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? പൊട്ടാസ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ സോഡിയം നീഡ് മോർ എനർജി ടു release from sodium atom. But in case of potassium need only small amount of energy compared to sodium. This amount of energy is known as ionization energy. ഇങ്ങനെ പുറത്തേക്ക് പോകാൻ ആവശ്യമായ എനർജിനെ നമ്മൾ അയോണീകരണ ഊർജ്ജം എന്ന് പറയാം. അപ്പം അയോണീകരണ ഊർജ്ജത്തിന്റെ ടേംസിൽ പറഞ്ഞാൽ പൊട്ടാസ്യത്തിന് കുറവ് അയോണൈസേഷൻ എനർജി മതി. പക്ഷെ സോഡിയത്തിന് കുറച്ചും കൂടി കൂടുതൽ അയോണൈസേഷൻ എനർജി വേണം. നോക്കൂ, in case of potassium, atomic number 19, the electronic configuration is 2,8,8,1. Okay. In case of sodium, atomic number is 11, electronic configuration is 2,8,1. കണ്ടോ? അപ്പോൾ സോഡിയം കുറച്ചും കൂടി അടുത്താണ്. ഉണ്ടോ? ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ. ഇവിടെയോ ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ, ഫോർത്ത് ഷെൽ. അപ്പോൾ നാലാമത്തെ ഷെല്ലിലാണ് പൊട്ടാസ്യത്തിൽ ഇലക്ട്രോൺ കിടക്കുന്നത്. പക്ഷേ സോഡിയത്തിലോ മൂന്നാമത്തെ ഷെല്ലിൽ. അപ്പോൾ ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്നത് ആരാണ്? സോഡിയത്തിന്റെ ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് ആ ഇലക്ട്രോണിനെ പൊട്ടാസ്യത്തിനെ അപേക്ഷിച്ച് കൂടുതൽ എനർജി വേണം പുറത്തേക്ക് പോകാൻ. സോ ദാറ്റ് മീൻസ് പൊട്ടാസ്യം റിയാക്ട് മോർ. ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ആരായിരിക്കും? പൊട്ടാസ്യം ആയിരിക്കും. എന്താണ് റിയാക്ഷൻ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. അതാണ് റിയാക്ഷൻ. അത് ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് ആരായിരിക്കും? പൊട്ടാസ്യം. അങ്ങനെ ശാസ്ത്രജ്ഞന്മാര് ഒത്തിരി എലമെന്റ്സിനെ, ഇങ്ങനെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ജലവും വായുവും ഒക്കെയുള്ള പ്രവർത്തനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു റിയാക്ടിവിറ്റി സീരീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. റിയാക്ഷൻ വിത്ത് വാട്ടർ. ഈ പറയുന്ന പൊട്ടാസ്യം, സോഡിയം, ലിഥിയം, കാൽസ്യം ഉണ്ടോ? ഇവരൊക്കെ എന്താണ്? വെള്ളവുമായി പ്രവർത്തിക്കുന്നു. മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ടിൻ, ലെഡ്, ഇത്രയും പേര് ആരുമായി പ്രവർത്തിക്കുന്നു? ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ? ദെൻ ഇവിടുന്ന് ഇവിടം വരെ എത്രമായിട്ട് പ്രവർത്തിക്കുന്നു? ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ഗോൾഡ്. ഗോൾഡ് എന്താണ്? വെരി അൺറിയാക്റ്റീവ്. വെരി റിയാക്റ്റീവ് ആരാണ്? സോഡിയവും പൊട്ടാസ്യവും. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാർ നോക്കിയപ്പോൾ ഒരു ഓർഡർ കണ്ടു. അതായത് പൊട്ടാസ്യം കുറച്ചും നന്നായിട്ട് റിയാക്ട് ചെയ്യും സോഡിയത്തേക്കാൾ. പിന്നെ ലിഥിയം, പിന്നെ കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ടിൻ, ലെഡ്, അങ്ങനെ അങ്ങനെ. അപ്പൊ നമ്മുടെ ലെവലിൽ, SSLC ലെവലിൽ നമുക്ക് ലിഥിയം ഇല്ല, പിന്നെന്താണ്? ടിൻ ഇല്ല. ഓക്കെ. മാത്രമല്ല നമുക്ക് ഇവിടെ എന്താണ്? ഒരു ഹൈഡ്രജനെ ചേർക്കുകയും വേണം. ഹൈഡ്രജൻ ഇസ് എ നോൺ മെറ്റൽ. ബട്ട് ഹൈഡ്രജനെ നമ്മളോട് ചേർക്കാൻ കാരണം എന്താ? നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഹൈഡ്രജന് മീതിയുള്ളവര് ഹൈഡ്രജനേക്കാൾ നന്നായി പ്രവർത്തിക്കുന്നവര്, ഹൈഡ്രജന്റെ താഴെയുള്ളവര് ഹൈഡ്രജനേക്കാൾ നന്നായി പ്രവർത്തിക്കാത്തവര്. അങ്ങനെ സയന്റിസ്റ്റ് കണ്ടെത്തിയ ചില റിയാക്ടിവിറ്റി സീരീസിന്റെ ഓർഡറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചില മെറ്റൽസിന്റെ അത് പഠിക്കേണ്ടതാണ്. കാണാപ്പാഠം പഠിക്കണം. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അതുപോലെ അലുമിനിയം, സിങ്ക്, അയൺ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനിയം. ഇതൊക്കെയാണ് ഓർഡർ. സിമ്പിളി K. പൊട്ടാസ്യം. അതിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞതാണ് സോഡിയം, ദെൻ കാൽസ്യം, ദെൻ മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനിയം. അപ്പൊ ഇതെങ്ങനെ കാണാപ്പാഠം പഠിക്കും സാർ? എന്തെങ്കിലും എളുപ്പമാർഗമുണ്ടോ? ഉണ്ട്. പൊട്ടാസ്യത്തിന്റെ P എടുക്കുക, P. ഓക്കെ. സോഡിയത്തിന്റെ S എടുക്കുക, S. ഓക്കെ. കാൽസ്യത്തിന്റെ C എടുക്കുക, C. അപ്പൊ PSC നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? PSC എക്സാം നേട്ടണ്ടല്ലേ? പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ. ദെൻ M എടുക്കുക, M. A, MA. ഓക്കെ. Z, I. മെസ്സി എന്ന് വായിക്കാം. മെസ്സി എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ കളിക്കാരാണെന്ന് തോന്നുന്നു.
മെസ്സി ഒരാളുടെ പേരാണെന്ന് വിചാരിക്കാം, മെസ്സി. അപ്പൊ PSC പരീക്ഷയ്ക്ക് ആര് പോയി? മെസ്സി എന്ന് പറയുന്ന ഒരാൾ പോയി. അപ്പൊ കിട്ടിയില്ലേ? PSC മെസ്സി. അപ്പോ ഒരു പെൺകുട്ടിയെ കണ്ടു കേട്ടോ. അപ്പൊ അവളെ ഇഷ്ടമായി. ലൈക്ക്, LIKE, ലൈക്ക്. ഇപ്പൊ ലൈക്ക് L. ഹൈഡ്രജനെ ഓർക്കാനായിട്ട് ഹെർ, അവളെ, ഹെർ. ഓക്കെ, ലൈക്ക് ഹെർ. കോപ്പർ C അല്ലെ, അതിന് കോൾ. അപ്പൊ വിളിച്ചവള് പറഞ്ഞു വിളിച്ചു, കോൾ. C കോൾ. എന്ത് പറഞ്ഞു വിളിച്ച്? സ്മാർട്ട്. S എന്ന് പറഞ്ഞ എന്താണ്? സ്മാർട്ട്, സ്മാർട്ട്. G ഗേൾ, സ്മാർട്ട് ഗേൾ. എന്താണ്? ഗേൾ. ഓക്കെ, പെർഫെക്റ്റ്. ഓ അടിപൊളി, പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ്. സോ ഇത് ഒരു ന്യൂമോണിക്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തെറ്റാണ്ട് ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പൊ P പൊട്ടാസ്യം, എന്താണ് സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, പിന്നെ ലെഡ്, ഹൈഡ്രജൻ, കാൽസ്യം, കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനിയം. മനസ്സിലായോ? PSC മെസ്സി. PSCക്ക് പരീക്ഷയ്ക്ക് പോയ മെസ്സി ലൈക്ക് ഇഷ്ടപ്പെട്ടു. ആരെ? അവളെ. വിളിച്ചു. എന്ത് വിളിച്ചു? കോൾ, സ്മാർട്ട് ഗേൾ, പെർഫെക്റ്റ്. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇതാണ് നമ്മളിപ്പോ പഠിച്ച എന്താണ് ആ ഒരു ന്യൂമോണിക്സ് ഓർത്തിരിക്കാനായിട്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് ദ മോസ്റ്റ് റിയാക്ടിവിറ്റീസ് ഇസ് അറ്റ് ദ ടോപ്പ്. ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾ മുകളിലും, അതുപോലെ ലെസ് റിയാക്റ്റീവ് അറ്റ് ദ ബോട്ടം. താഴെ എന്താണ്? ലെസ് റിയാക്ടിവിറ്റി ആയിട്ടുള്ളത് വരും. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇനി നമുക്ക് ഓരോന്ന് ഓർത്തിരിക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം P. എന്താണ് P? പൊട്ടാസ്യം. അടുത്തത് S എന്താണ്? സോഡിയം. അടുത്തത് C എന്താണ്? കാൽസ്യം. പിന്നെ അടുത്തത് M എന്താണ്? മഗ്നീഷ്യം. അടുത്തത് A എന്താണ്? അലുമിനിയം. Z സിങ്ക്. I എന്താണ്? അയൺ. പിന്നെ L ലൈക്കിലെ L എന്താണ്? ലെഡ്. പിന്നെ ഹൈഡ്രജൻ. അത് കഴിഞ്ഞ് കോളിലെ C എന്താണത്? കോപ്പർ. ദെൻ സ്മാർട്ടിലെ S എന്താണത്? സിൽവർ. ദെൻ ഗേളിലെ G അതെന്താണ്? ഗോൾഡ്. ദെൻ പെർഫെക്റ്റിലെ P അതെന്താണ്? പ്ലാറ്റിനിയം. അപ്പൊ ഓർത്തിരിക്കാനുള്ള ഒരു മാർഗം കിട്ടിയില്ലേ? PSC മെസ്സി, ലൈക്ക് ഹെർ, കോൾ, സ്മാർട്ട് ഗേൾ, പെർഫെക്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് റിയാക്ടിവിറ്റി സീരീസ്? ഓക്കെ, ഇത്രയും പഠിച്ചതിക്ക് ഇനി പറയാൻ പറ്റുമോ എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന്? The reactivity series or activity series is an empirical arrangement of metals. മെറ്റൽസിനെ നമ്മൾ അറേഞ്ച് ചെയ്തേക്കാണ് ഇൻ ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. എന്തിന്റെ ഓർഡറിലാണ്? റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ. ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഏറ്റവും മുകളിൽ ഹയസ്റ്റ്, നന്നായി റിയാക്ട് ചെയ്യുന്നത്. ഏറ്റവും താഴെ ലീസ്റ്റ് റിയാക്റ്റീവ്. ക്ലിയർ? In other words, the most reactive metal is present at the top and the least reactive metal at the bottom. മറ്റൊരു രീതി പറഞ്ഞാൽ മോസ്റ്റ് റിയാക്റ്റീവ് എവിടെയാണ്? ടോപ്പിലും. ആൻഡ് ലീസ്റ്റ് റിയാക്റ്റീവ് അതെവിടെയാണ്? ബോട്ടത്തിലും. ക്ലിയർ ആയോ? സോ ദിസ് ഈസ് ദ ഓർഡർ. ഓക്കെ, ക്ലിയർ ആയോ? സോ വാട്ട് യു ലേൺ? നിങ്ങൾ എന്താ പഠിച്ചത്? നിങ്ങൾ പഠിച്ചു റിയാക്ടിവിറ്റി സീരീസ്. എൻ്റെ ഓർഡർ പഠിച്ചു അല്ലേ? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനിയം. മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ എവിടെ വരും? ടോപ്പിൽ. ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ എവിടെ വരും? ബോട്ടത്തിൽ. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിക്കണം. സോ പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റഡ് വീഡിയോസ്. താങ്ക് യു വൺസ് അഗൈൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനത് ഇവിടെ ഈ ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇവിടെ കമന്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ബ്ലോഗും ഫേസ്ബുക്കും ഗൂഗിൾ പ്ലസും ഇവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക.